അപ്പോൾ നമ്മളിന്ന് ആട്ടിനൊരു പ്രത്യേക രീതിയിൽ ഗ്രിൽ ചെയ്യാൻ വേണ്ടി പോകണം. സാധാരണ നമ്മൾ ഇങ്ങനെ കുത്തിക്കയറ്റ ഗ്രിൽ ചെയ്യണം. ഇത് പൊളിച്ച് ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്യണം, ഇതിന് വാരിയല്ലൊക്കെ. ഇത് നമുക്കൊന്ന് പൊളിക്കണം. ഇതിന് അപ്പുറത്ത് കീറി വരരുത് ബേബി. ഇവിടെ വേസ്റ്റാണ്, നമുക്ക് ക്ലീൻ ചെയ്തെടുത്തില്ല, ശരിയല്ല. ഇത് ഒരു ലൈനിട്ടുള്ളൂ, വന്നിട്ടാണ് നമ്മൾ നന്നായി കഴുകുള്ളൂ. ലൈനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിനെ കഴുകിയെടുക്കാം. ഇത് മസാല ഉള്ളിക്കിറങ്ങാനേ. ഈ ഭാഗത്ത് ഇറച്ചി കൂടുതലുള്ളല്ലേ, നല്ലോണം ആഴത്തിൽ ലൈനിട്ടുള്ളതാണ്. നമുക്ക് നല്ലപോലെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അടിപൊളി. മതി. ഇനി ഇതിൻ്റെ മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മുളക്, ഉണക്കമുളക് പൊടിച്ചതാണ്. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല. കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്, ഒരല്പം സോയ സോസ്, നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം ഒരു പുളിപ്പിനും ഇറച്ചിന്ന് സോഫ്റ്റ് ആകാനായിട്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മളതിൽ കൂടുതലിട്ടിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു പ്രത്യേകതരം മസാലയാണ്. ഇനി കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ മസാലയ്ക്ക്. നമുക്കിതിൽ വെച്ച് മസാല തേക്കാം. ഇതിന് മസാല ഇതിനകത്തേക്കാം. എന്താ നമ്മുടെ മസാല മണം. നല്ലപോലെ ഒന്ന് മസാല കൊടുത്താൽ ഈ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ മസാല ഇറങ്ങും. തിരിച്ച് ഇതിൻ്റെ ഇങ്ങേ വശത്തും മസാല തേക്കണം. അപ്പോൾ ഈ സൈഡ് നമ്മൾ നല്ലപോലെ മസാല തേച്ചിട്ടുണ്ട്. മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഗ്യാപ്പിലൊക്കെ ഇറങ്ങണം. അവിടെ ഇരിക്കട്ടെ, ഒരു 1-1.5 മണിക്കൂർ ഇരിക്കട്ടെ അത്. അപ്പോൾ നമ്മളൊരു 1-1.5 മണിക്കൂറായി. നമുക്കിത് ഗ്രില്ലിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രില്ല്. ഇതിനെ പരത്തി വെക്കണതുകൊണ്ട് വലിച്ചോ, കൈ കൊണ്ട് വലിച്ചേക്ക്. റെഡി. ഇത് കെട്ടി ഒന്ന് സെറ്റപ്പായി കിടക്കാം. നമുക്ക് വൈൻഡിങ് വയർ ഉപയോഗിച്ചത് നല്ലപോലെ കെട്ടി നിർത്തണം. അല്ലെങ്കിൽ സംഗതി അങ്ങോട്ട് ചുറ്റിക്കൊണ്ടിരിക്കും. നല്ല ടൈറ്റിൽ കെട്ടി വയ്ക്കല്ലേ, വലിഞ്ഞു പോകുന്നു. ഇതാകുമ്പോൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് കാനൽ റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് കത്തിച്ചെടുക്കണം. കത്തിച്ചെടുക്കണം. മതി. ബാക്കി കല്ല് അമ്മ ഉപ്പു അടുത്ത് വരാൻ പറ്റില്ല.
നമുക്കിത് വെക്കാ. എന്താ ചൂടില്ലേ. ഇതിങ്ങനെ പതുക്കെ കറക്കി ഒരു 3 മണിക്കൂറെങ്കിലും ശരിക്കും ഇതിന് ഗ്രിൽ ചെയ്യണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടുള്ളൂ. ഇതിങ്ങനെ പതുക്കെ തിരിച്ച് ഒരു 3 മണിക്കൂറെങ്കിലും തിരിക്കണം അല്ലേ ബേബി? എങ്കിലേ സംഗതി ആവുള്ളൂ. ഹൈറ്റിൽ നിർത്തിയിരിക്കണം. പതുക്കെ നമ്മൾ ഇതിനെ വേവിച്ചെടുക്കണല്ലോ. ഇതിനല്പം ഓയിൽ തടവി കൊടുക്കാം. സംഗതി എന്തറിയോ, ഓയിൽ വേണ്ട ശരിക്കും. നല്ല കൊഴുപ്പുണ്ട്, എങ്കിലും ഇത് ഡ്രൈ ആകരുത്. ഇതിപ്പോൾ സംഗതി ഒരു 1.5 മണിക്കൂറായിട്ടുണ്ടാവും. ഇനി ഒരു 1 മണിക്കൂറും കൂടി ശരിക്കും നമുക്ക് പതുക്കെ കറക്കി 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 ഇതിന് ഫുള്ളായി കുക്ക് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറം മാത്രം ഇങ്ങനെ കരിയുള്ളൂ, അകം വേവില്ല. അകം വേണമെങ്കിൽ സ്ലോ കുക്കിങ്ങിലൂടെ നമുക്കിത് അകം വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മൾ ഇതിലേക്ക് ഓരോ കട്ടിങ്ങിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയി വന്ന് വെന്തോളും. അങ്ങനെ നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് തീ കറണ്ടിൽ കുറച്ചാണ് മതി, നമുക്ക് ഇറക്കാം. അതിൻ്റെ മിറക്ക് കട്ട് ചെയ്ത് വിടാം. നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. എന്ന് പറഞ്ഞിട്ടാ വന്നിട്ടില്ലേ? കഴിച്ചാലേ അറിയുള്ളൂ അല്ലേ? ഇതെന്താ നോക്കാല്ലേ നമുക്കല്ലേ? ഈ കാലിൻ്റെ അവിടെ നിന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മജ്ജയാണത്. ഇവിടെ കറി കൊടുത്തിട്ടുണ്ട്. അതാ ഇത് പിടിക്ക്, ആ വലിച്ച് നോക്കി, ഇത് വലിക്ക്. ആ അത്ര തന്നെ സംഭവം. എന്നാ ബേബി, ഇതാ അതിലൊക്കെ മുക്കി കഴിച്ചോണ്ടാ. ചൂടുണ്ട്, ഭയങ്കര ചൂടാ. ഇത് പിടി ഇതാ പോടാ. അതാ പിടിക്കേ, വലിച്ചോളെ. വന്നിട്ടുണ്ടത് അതിന് കത്തി കേട്ടാ. ഓക്കെ, ഇനി സംഭവം സൂപ്പറായി പിടിച്ചിട്ടുണ്ടല്ലേ. ഇനി ഇതിനെ പതുക്കെ ഇങ്ങനെ ചട്നി മുക്കിയിട്ട് നല്ല മുളകിൻ്റെ ഫ്ലേവർ അല്ലേ? കഴിക്കാം. ഇതാ ഇറച്ചി ചില ഭാഗങ്ങളിൽ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും, ചില ഭാഗങ്ങൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? നല്ലോണം ചൂട് കിട്ടിയ ഭാഗത്ത്. അതെ, സൂപ്പർ സംഭവം. തന്നെ അടിപൊളി അല്ലേ? ആ മുകളിൽ ഈ സംഭവം ഭയങ്കര ടേസ്റ്റ്. മുകളിൽ ഇതായത് ഉണങ്ങിയത്
നെയ്യിട്ടല്ലേ അത് കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റായിരുന്നു സംഭവം. ഇത് മൊത്തം നെയ്യിലിങ്ങനെ അവിടെ നിന്ന് ഉരുകിയതല്ലേ. ഇത് പച്ചക്കറി കഴിക്കണ്ട. പൊളി. നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്യണതോ അല്ലെങ്കിൽ തന്തൂരി ഉണ്ടാക്കുന്ന റെസിപ്പി അല്ല. ഒരു പ്രത്യേകതരം ചേരുവകളൊക്കെ ചേർത്ത് കൂടുതൽ മസാലകളൊന്നുമില്ലാതെ പൊടിച്ച കുരുമുളകും പൊടിച്ച ഉണക്കമുളകും അതുപോലെ 1-2 സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങൾ മാത്രം ഇട്ട് ഉണ്ടാക്കിയ സാധനമാണ്. സംഭവം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതിൻ്റെ മുളകിൻ്റെ ഫ്ലേവറൊക്കെ ശരിക്കും അതെ നല്ല രസമുണ്ടത്. അതെ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് അല്ലേ സംഭവം. അത് കൊഴുപ്പ് ഇങ്ങനെ ഉരുകി ഇങ്ങനെ അതിൽ തന്നെ മെൽറ്റായി വരില്ല. എന്തായാലും സംഭവം അടിപൊളി. ഒരു പ്രത്യേകതരം ഫീൽ അല്ലേ മസാലയ്ക്ക്. അതെ അതെ. പക്ഷെ വേറെ ഒന്ന് സമയമെടുക്കും. ഇത് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോഴേക്കും ആൾക്ക് മതിയാവും. അതെ 2-3 മണിക്കൂർ ശരിക്കും ഗ്രില്ല് ചെയ്യണം. അത് വളരെ ചൂട് കുറച്ച് തന്നെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത് മുകളിൽ മാത്രം കരിയും ഉള്ളു പോയില്ല. ഇത് ശരിക്കും ഉള്ളൊക്കെ നമുക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 90% നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് സംഭവം തന്നെ. അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വരില്ല. ആട്ടിറച്ചല്ലേ പിന്നെ. അത് ക്ഷമയോടെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുമോ? കുളുകുളൂന്നില്ല. നമ്മൾ സൂപ്പർ. അപ്പോൾ ഇതിന് നമുക്കത് പണി ചെയ്യാം. കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഇതൊന്നും നമ്മൾ എടുത്തില്ലല്ലോ. ഈ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ പിള്ളേർ കൊടുക്കാം അല്ലേ? ഇത് നമ്മളിത് ഇങ്ങനെ തൊട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അമ്മ സൂപ്പർ അല്ലേ? അടിപൊളി.